ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിൽമയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് മിൽമയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് 2 തസ്തികകളിലായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് ഡയറി എഞ്ചിനീയറും അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ജനറൽ മെക്കാനിക്ക് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ പോകുന്നത് 17,000 മുതൽ 35,000 വരെയാണ് ശമ്പളം ഉണ്ടായിരിക്കുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 14/9 അതുപോലെ 13/9 14/9 ഇൻ്റർവ്യൂ നടക്കുന്നത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ മിൽമയ്ക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ടെമ്പററി ആയിട്ടുള്ള ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ആണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ദിവസത്തിൽ അതത് വെന്യൂവിൽ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതത് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആദ്യം പറയുന്നത് അസിസ്റ്റൻറ്റ് ഡയറി എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസി. തിരുവനന്തപുരത്താണ് ഒഴിവുള്ളത്. ഡേറ്റ് പറയുന്നത് 14/9/2022 10 AM മുതൽ 12:30 PM വരെയാണ് ഇതിലേക്ക് ഇൻ്റർവ്യൂ ടൈം. അതിൽ റെമ്യൂറേഷൻ 35,000 രൂപയായിരിക്കും. ഇത് ജോലി ലഭിച്ചു കഴിഞ്ഞാലുള്ള ശമ്പളം എന്ന് പറഞ്ഞാൽ 35,000 രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം. അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബിടെക് എഞ്ചിനീയർ ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ സിവിൽ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഓർ എംടെക് ഇൻ ഡയറി എഞ്ചിനീയറിംഗ് ആണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. എക്സ്പീരിയൻസ് 2 years എക്സ്പീരിയൻസ് ഇൻ റിലവൻറ്റ് ഫീൽഡ് പ്രിഫേർഡ്. അപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരെ ആയിരിക്കും മുൻഗണന അവർക്ക് നൽകുക. പ്രിഫറൻസ് നൽകുന്നത് 2 വർഷത്തെ എക്സ്പീരിയൻസ് റിലവൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും പ്രിഫറൻസ് നൽകുന്നത്. അപ്പോൾ വേണ്ട ക്വാളിഫിക്കേഷൻ ബിടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓർ സിവിൽ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഓർ എംടെക് ഇൻ ഡയറി എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ക്വാളിഫിക്കേഷനൊക്കെ നേടിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കാം. പിന്നെ വരുന്നത് ടെക്നീഷ്യൻസ് ഗ്രേഡ് 2 ജനറൽ മെക്കാനിക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി. അതിലേക്ക് 13/9/2022 ഡേറ്റ് ടൈമും ഓർത്തിരിക്കുക. 13/9/2022 ഇതിൻ്റെ ഡേറ്റ് വരുന്നത്. ടൈം 10 AM മുതൽ 12:30 PM വരെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് 17,000 രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന റെമ്യൂണറേഷൻ. മന്ത്ലി 17,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം. ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടുകൂടി തന്നെ NCVT സർട്ടിഫിക്കറ്റ് ഇൻ ITI ഓർ ഫിറ്റഡ് ട്രേഡ്. അതിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് അതിനോടുകൂടി ITI ഫിറ്റഡ് ട്രേഡിലുള്ള ITI ഉണ്ടായിരിക്കാം. പിന്നെ 1 year അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ത്രൂ RIC ഇൻ ദ റെലവൻറ്റ് ഫീൽഡ്. രണ്ടാമത്തെ 2 year എക്സ്പീരിയൻസ് ഇൻ റെലവൻറ്റ് ട്രേഡ് ഇൻ എ റെപ്യൂട്ടഡ് ഇൻഡസ്ട്രി. അപ്പോൾ റെപ്യൂട്ടഡ് ഇൻഡസ്ട്രിയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും 1 year അപ്രന്റീസ്ഷിപ്പ് പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റും വേണം. അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ആണ് പറഞ്ഞത് 10ാം ക്ലാസ് NCVT സർട്ടിഫിക്കറ്റ് പിന്നെ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ്. അതാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. ജനറൽ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ടെമ്പററി ആയിരിക്കും. ഇത് കോൺട്രാക്ട് പീരീഡിൽ 1 year ആയിരിക്കും ഇത് നിയമനം ഉണ്ടായിരിക്കാം. പിന്നെ ഏജ് ലിമിറ്റ് 40 വയസ്സ് കവിയാൻ പാടില്ല. 1/1/2022 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക. SC ST OBCക്കും എക്സ് സർവീസ്മാനും അതുമായി ബന്ധപ്പെട്ട ആൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ കിട്ടുന്ന ആൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഏജ് ഇളവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ഏജ് സർട്ടിഫിക്കറ്റും ക്വാളിഫിക്കേഷനും പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ആ ബയോഡാറ്റ അടക്കം എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഡേറ്റിലും ടൈമിലും സെൻറ്ററിൽ നിങ്ങൾക്ക് ഇതിൽ ഹെഡ് ഓഫീസിലായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. എത്ര അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഡയലി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് നൈസ് ഡേ.